ഹായ് വെൽക്കം ബാക്ക് ടു അന്യഗ്രഹം ഫാഷൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു സ്പെഷ്യൽ മേക്കിംഗ് ആണ്. അലിഗേറ്റർ ക്ലിപ്പിലോ നിങ്ങൾക്ക് സെൻറ്റർ ക്ലിപ്പിലോ ഒക്കെ വെക്കാൻ പറ്റുന്ന അടിപൊളി മോഡലാണ് ടിയാര അല്ല കേട്ടോ. അപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് വളരെ ചുരുങ്ങിയ ചിലവിൽ, അതായത് ഒരു 10 രൂപയിലൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ആക്സസറി ആണ് കേട്ടോ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യണത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ബീഡ് എന്ന് പറയുന്നത് ഡ്രോപ്സ് ബീഡ് പോലെയുള്ള ബീഡാണ് കേട്ടോ. എൻഡ് ബീഡ് നമ്മൾ ഉപയോഗിക്കില്ലേ, അതേപോലത്തെ ബീഡാണ്. അതിൻ്റെ നല്ല ചെറുതാണ് കേട്ടോ, ഭയങ്കര ചെറുതല്ല. അപ്പോൾ അത് ഇതേപോലെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിവിടെ ഹൂപ്പിട്ട് കൊടുക്കണില്ല കേട്ടോ, അപ്പോൾ അതിന് നേരെ തന്നെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വീണ്ടും ഇതേപോലത്തെ ഒന്നും കൂടി എടുക്കുക. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കമ്പി എന്ന് പറഞ്ഞാൽ 1 രൂപയുടെ കമ്പിയാണ്. വീണ്ടും ഇതേപോലെ സൈഡിലെടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കി പഠിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് ഇതേപോലത്തെ മേക്കിംഗ് പഠിപ്പിക്കുന്ന ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ക്ലാസ്സിലും പോയിട്ടൊന്നും നമ്മളിങ്ങനെ പഠിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നമുക്കിതൊക്കെ ഒരു പാഷനാണ്. ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി നോക്കാവുന്നതാണ് ഇതൊക്കെ എല്ലാ ഐറ്റംസും കേട്ടോ. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ ഈ 1 രൂപേൻ്റെ കമ്പിയിലൊക്കെ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്ക് നഷ്ടമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും എളുപ്പമായിരിക്കും കേട്ടോ. പിന്നെ എന്തൊക്കെയാണ് എല്ലാവരുടെ വിശേഷങ്ങൾ, ആരും ഇപ്പോൾ ഒന്നും പറയാത്തതുകൊണ്ട് ഒന്നും അറിയാറില്ല. പിന്നെ നമുക്ക് ഈ അടുത്ത് തന്നെ ഒരു ഗിവ് അവേ നടത്താം കേട്ടോ. അപ്പോൾ നമ്മൾ വെക്കേഷൻ്റെ മുൻപാണ് ഞാനത് പ്ലാൻ ചെയ്യണത്. കാരണം വെക്കേഷൻ ആകുമ്പോൾ ഞാൻ നാട്ടിൽ പോകുമല്ലോ. അപ്പോൾ ഇവിടുത്തെ മെറ്റീരിയൽസൊക്കെ നമുക്കൊരു ഗിവ് അവേ ആയിട്ട് ബാലൻസ് വന്ന മെറ്റീരിയൽസൊക്കെ കൊടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ അതും കൊണ്ട് നാട്ടിലേക്ക് പോകുന്നത് ബുദ്ധിമുട്ടാണ്. പല്ലയിൽ ഞങ്ങൾ 4 പേരുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ തന്നെ ബാഗിൽ നല്ല വെയിറ്റാണ്. അതിൻ്റെ കൂടെ ഇതും കൂടി പറ്റില്ല. അപ്പോൾ അങ്ങനെ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോസിന് റെഗുലറായിട്ട് കമൻറ്റ്സ് വരുന്ന ആൾക്കാരിൽ നിന്ന് സെലക്ട് ചെയ്തിട്ടായിരിക്കും കേട്ടോ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യണത്. അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ പേരുകളൊക്കെ എനിക്ക് ഒരുവിധം അറിയാം, ID നെയിം അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെറുതെ ഞാൻ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ട് ആദ്യമായിട്ട് കാണുന്നവരായിരിക്കും അതിലധികവും കമൻറ്റ് ഇടുന്നത് കിറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുള്ള. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കൊടുക്കുന്നതിലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യണത്. അപ്പം ഇന്ന് തൊട്ട് നമ്മൾ അത് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മാസം ക്ലാസ് എന്നാൽ ലാസ്റ്റ് എന്നറിയില്ല, മാർച്ചിലായിരിക്കും വിചാരിക്കുക. മാർച്ച് ഫസ്റ്റ് വീക്ക് വരെ ക്ലാസ് ഉണ്ടാവുമെന്ന് വിചാരിക്കുക കേട്ടോ. അപ്പോൾ അതുവരെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇട്ടാൽ നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും കൂടി ഇൻക്ലൂഡ് ചെയ്യിക്കും കേട്ടോ. ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ ഇതേപോലെ കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം കേട്ടോ മേക്കിങ്. കുറേ ദിവസം നാട്ടിലുണ്ടായിരുന്നില്ല കേട്ടോ, വയനാടൊക്കെ പോയി ചെറിയൊരു ട്രിപ്പൊക്കെ. അപ്പോൾ ഇപ്പോൾ തിരിച്ചു വന്നിട്ടേ ഉള്ളൂ. അതാണ് വീഡിയോസ് 2 ദിവസം ലാഗായി പോയത്. പക്ഷെ ഇതൊക്കെ ഞാൻ മേക്ക് ചെയ്ത് വെച്ചിട്ട് പോയതായിരുന്നു. പക്ഷെ വോയിസ് ഓവർ കൊടുക്കാനുള്ളൊരു സമയം കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഡിലേ ആയിപ്പോയി. അപ്പോൾ ഇതാ നമ്മൾ ഇത്രത്തോളം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഒരു ഫ്ലവർ ബീഡാണ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഫ്ലവർ ബീഡിൻ്റെ നടുവിൽ ഏത് സ്റ്റോൺ വേണമെങ്കിലും നിങ്ങൾക്ക് വെച്ച് കൊടുക്കാം, ഡ്രസ്സിന് മാച്ച് ചെയ്തിട്ട്. അപ്പോൾ ഞാനിപ്പോൾ വൈറ്റ് തന്നെയാണ് എടുത്തത്. എല്ലാത്തിനും കോമൺ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വൈറ്റ് ബീഡ് തന്നെയാണ് വെച്ച് കൊടുത്തത് കേട്ടോ. ഒരു വൈറ്റ് ബീഡ് തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. വീണ്ടും ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഈ ഫ്ലവർ ബീഡൊക്കെ പല ടൈപ്പിലുള്ള ബീഡ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതേപോലത്തെ ഒക്കെ കുറച്ച് മെറ്റീരിയൽസ് നമുക്ക് മതി. വീണ്ടും നമ്മൾ ബീഡ്സ് കോർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ 1 രൂപയുടെ കമ്പി കറക്റ്റ് ഇതിന് പക്ക നമ്മൾ എന്താ പറയുക, പക്ക ഒരു ഇത്തിരി പോലും ബാക്കിയില്ലാണ്ട് പെർഫെക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ.
വീണ്ടും അതേ ഇതിൽ തന്നെ നമ്മൾ കോർത്ത് കൊടുക്കുകയാണ്. ഒരു റൗണ്ടിൽ വരുന്ന പോലെയാണ് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ചില സമയത്തൊക്കെ നമുക്ക് വീഡിയോ ഒക്കെ എടുത്ത് മതിയാകും കേട്ടോ. ഇപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ എടുത്തിട്ടും വ്യൂവേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ഭയങ്കര തീരെ ഇപ്പോൾ ഇഷ്ടമില്ലാണ്ട് വന്നിട്ടുണ്ട് വീഡിയോസൊക്കെ എടുക്കാൻ. ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്യുമ്പോൾ അതിനുള്ള ഒരു വ്യൂവേഴ്സും ഇല്ല, ആർക്കും താല്പര്യവും ഇല്ല. അപ്പോൾ പിന്നെ എന്തിനാണ് വീഡിയോ ഇടുന്നത് എന്നുള്ളൊരു തോന്നലായിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു ആർക്കെങ്കിലും ഒരാൾക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ച് ചെയ്തതാണ് കേട്ടോ. പിന്നെയാണെങ്കിൽ ഞാനിവിടെ ജോലിക്കൊന്നും പോകണില്ല, അപ്പോൾ കുഞ്ഞിൻ്റെ കാര്യം മാത്രം നോക്കി ഇവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും നമുക്ക് വേണ്ടി ചെയ്യണമെന്നുള്ളൊരു തോന്നലുണ്ടാവണം, എൻഗേജ് ആയി കിട്ടണം, അങ്ങനെയൊക്കെയാണ് കേട്ടോ വീഡിയോ ചെയ്യണത്. ഒരു സന്തോഷത്തിൻ്റെ പേരിൽ ചെയ്യണതാണ്. ഈ ഒരു മേക്കിങ്ങും ഞാൻ സെയിൽ ചെയ്യാൻ വേണ്ടിയൊന്നും ചെയ്യണതല്ല കേട്ടോ. അതൊക്കെ വെറുതെ എൻ്റെ മോൾക്ക് വേണ്ടിയിട്ടും അങ്ങനെയൊക്കെ ചെയ്യണതാണ്. നാട്ടിൽ പോയിട്ട് സെയിലൊക്കെ ചെയ്യണം. ഈ ഒരു സമയമൊക്കെ ശരിക്കും നല്ല അടിപൊളി ടൈമായിരുന്നു കേട്ടോ. ഒരുപാട് ഉത്സവവും സീസണൊക്കെ ഉണ്ട്. ഇവിടെയാണെങ്കിൽ ഉത്സവമൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ നാട്ടിലാണെങ്കിൽ ഉത്സവങ്ങളുടെ സീസണൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അധികമൊന്നും നഷ്ടമില്ല, നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത്ര തന്നെയേ ഉള്ളൂ കേട്ടോ നമ്മുടെ മേക്കിങ്. ഏറെക്കുറെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എൻഡിങ്ങിൽ നമ്മൾ ഇതേപോലെ ഒന്നും കൂടി ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തിട്ട് ബാലൻസ് വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റിയാൽ മതി. നിങ്ങൾക്കിത് സെൻറ്റർ ക്ലിപ്പിലോ അലിഗേറ്റർ ക്ലിപ്പിലോ ഒക്കെ വെക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഒന്നിലും വെച്ചിട്ടില്ലെങ്കിലും ചെറിയ ഹെയർ പിന്നില്ലേ, മുല്ലപ്പൂവൊക്കെ കുത്തുന്ന ആ ഹെയർ പിന്നോട് നിങ്ങൾക്കിത് ഹെയറിൽ സെറ്റ് ചെയ്യാവുന്നതുമാണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു മേക്കിങ്ങിൻ്റെ വരുന്നത്. ഇനി ഇതിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് നടുവിൽ ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഹെയറിൽ വരുമ്പോൾ അതിന് നല്ലൊരു ഭംഗി ഉണ്ടാവും കേട്ടോ, നമ്മൾ നേരിട്ട് കാണും പോലെയല്ല. കണ്ടോ, വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 2 മിനിറ്റ് കൊണ്ടൊക്കെ ഇത് ചെയ്തെടുക്കാൻ പറ്റും. അതേപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്ലവറൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടി ഇതേപോലെ അട്രാക്റ്റീവ് ആക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.